പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇന്നത്തെ പ്രത്യേക ശുശ്രൂഷയായ ഓരോ ഞായറാഴ്ചയ്ക്ക് മുമ്പായിട്ട് നമ്മൾ വിശുദ്ധ കുർബാനയുടെ ഒരുക്കമാകുന്ന ശുശ്രൂഷകൾ നടത്തുന്ന പതിവുണ്ടല്ലോ. ആ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ ഞായറാഴ്ചത്തെ വായനയ്ക്കായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് ക്രമീകരിച്ചു തന്നിരിക്കുന്ന വായനകളിലൂടെയാണ്. ആ വായന തന്നെയാണ് നമ്മൾ ഒരുങ്ങുന്നത്. സ്ലീബായ്ക്ക് ശേഷം വരുന്ന മൂന്നാമത്തെ ഞായറാഴ്ചയാണ്. അതിൽ സന്ധ്യയുടെ വായനയായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 35 വരെ വാക്യങ്ങളും, പ്രഭാതത്തിൻ്റെ വായനയായിട്ട് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെ വാക്യങ്ങളും, വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള പഴയ നിയമ വായന ആദ്യ പുസ്തകം ഉൽപ്പത്തിയുടെ പുസ്തകം 42-ാം അധ്യായം 18 മുതൽ 21 വരെ വാക്യങ്ങളും, സദൃശവാക്യങ്ങൾ 1-ാം അധ്യായം 2 മുതൽ 9 വരെ വാക്യങ്ങളും, യെരമ്യാ പ്രവചനം 31-ാം അധ്യായം 7 മുതൽ 9 വരെ വാക്യങ്ങളും, യെശയ്യാ പ്രവചനം 54-ൻ്റെ 1 മുതൽ 4 വരെ വാക്യങ്ങളുമാണ്. ഇതിൽ പഴയ നിയമ വായനയിൽ സദൃശവാക്യങ്ങൾ കലണ്ടറിലെ വായനയിലില്ല, പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വായനയിലുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആദ്യ പുസ്തകവും യെരമ്യാ പ്രവചനവും യെശയ്യായാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അതുപോലെ വിശുദ്ധ കുർബാനയ്ക്ക് വിശുദ്ധ കുർബാനയുടെ വായനകളിൽ അപ്പോസ്തല പ്രവൃത്തി ലേഖനങ്ങൾ വായിക്കുന്ന 7-ാം അധ്യായം 2 മുതൽ 5 വരെ വാക്യങ്ങൾ, റോമർ 8-ൻ്റെ 9 മുതൽ 11 വരെ വാക്യങ്ങൾ, സുവിശേഷം എവൻഗേലിയോൻ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 23 മുതൽ 28 വരെ വാക്യങ്ങളാണ്. പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ, ജ്ഞാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വാക്യങ്ങളെല്ലാം ദൈവമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാൻ ഒരുങ്ങുന്ന അനുഭവമുള്ളവരായി തീരുവാൻ, ഒരുങ്ങിയിരിക്കുവാൻ, വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് പ്രവർത്തിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. സന്ധ്യാവായനയാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്കത് ധ്യാനിച്ച് കടന്നു പോകാം. ഒരു നിർദ്ദയനായ ഭൃത്യൻ്റെ ഉപമയാണ് അവിടെ നമ്മൾ കാണുന്നത്. 18-ാം അധ്യായം 23 മുതൽ 35 വരെ. ഇങ്ങനെയാണ് അതിൻ്റെ രത്നച്ചുരുക്കം. ഒരു രാജാവിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യനെ അവൻ്റെ കടം വീട്ടാൻ യാതൊരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ആ മനുഷ്യൻ രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് കേണപേക്ഷിച്ചു. താണു വണങ്ങിക്കൊണ്ട് അവൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും പറയുന്നു. അവനെ ജപ്തി ചെയ്യണമെന്ന്, അവൻ്റെ കുടുംബ വസ്തുക്കളെല്ലാം അവൻ്റെ മക്കളെയും ഉൾപ്പെടെ ജപ്തി ചെയ്യണമെന്നാണ് യജമാനൻ പറയുന്നത്. അപ്പോൾ അവൻ്റെ എളിമയും അവൻ്റെ വിനയവും അവൻ താണു വീണ് നമസ്കരിച്ചതുകൊണ്ട് ആ സേവകൻ്റെ മനസ്സലിഞ്ഞു. യജമാനൻ അവനോട് മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു എന്നാണ് പറയുന്നത്. അവനങ്ങനെ പോകുന്ന വഴി അവൻ്റെ ജീവിതത്തിൽ അവനോട് കടം വാങ്ങിയ രാജാവിനോട്, അവൻ യജമാനോട് കടം ഇവൻ വാങ്ങിയത് 10,000 താലന്താണ്. ഇവനോട് 100 ദനാറ കടപ്പെട്ട ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവനെ കണ്ടുമുട്ടിയപ്പോൾ ഇവൻ അവൻ്റെ കഴുത്തിനു പിടിച്ച് എൻ്റെ പണം മുഴുവൻ അടയ്ക്കാൻ പറഞ്ഞു. അവനെ കാരാഗ്രഹത്തിലിട്ടു ആ സേവകൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് യജമാനൻ അറിഞ്ഞിട്ട് അവനെ ശിക്ഷിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിത്. ഈ വചന ഭാഗം 32-ാമത്തെ വാക്യം. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് നിൻ്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിൻ്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നതുവരെ അവനെ കാരാഗ്രഹ അധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ 35-ാമത്തെ വാക്യമാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ
എൻ്റെ സ്വർഗസ്നായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ അനവധിയായ പാപങ്ങൾ ദൈവം ക്ഷമിച്ചു തരാൻ താല്പര്യപൂർവ്വം മുന്നിൽ നിൽക്കുകയാണ്. നമുക്ക് ആ ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെയൊക്കെ അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. എന്നാൽ നാം അങ്ങനെ ദൈവസന്നിധിയിൽ കേണപേക്ഷിച്ച് നമ്മുടെ കടമെല്ലാം ദൈവം വീട്ടിൽ തരുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളൊക്കെ നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ദൈവം ക്ഷമിക്കില്ല, നമ്മളെ കൂടുതൽ ശിക്ഷിക്കുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ ഗുണപാഠം അതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിച്ചാലേ നമ്മുടെ തെറ്റുകളും കർത്താവ് ക്ഷമിക്കുകയുള്ളൂ എന്ന് നമ്മൾ കർത്തൃപ്രാർത്ഥനയിൽ കർത്താവ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് നമുക്കതുകൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ, വലിയ തെറ്റുകളോ ഏതെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്ത, പൊറുക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ ഓർമ്മയിൽ നിലവിലില്ലാത്തതാണെങ്കിലും നമ്മുടെ ചില സന്ദർഭങ്ങളിൽ തികട്ടി വരുന്ന ചില ചിന്തകളുണ്ടല്ലോ, അന്നങ്ങനെ ചെയ്തു ഇന്നിങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു, അതെല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്നെ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ ഓർമ്മകളെ വിശുദ്ധീകരിച്ചു കൊണ്ടുവന്ന് എൻ്റെ തെറ്റുകളെ, എന്നോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ചേർന്നുള്ള മറ്റൊരു വായനയാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷ പ്രഭാതത്തിൻ്റെ വായനയിൽ 16-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെ വാക്യങ്ങൾ. അതിൻ്റെ അവിശ്വസ്തനായ കാര്യസ്ഥൻ എന്നാണ് അതിനെ കർത്താവ് അവിടെ പറയുന്നത്. അവിശ്വസ്തനായ കാര്യസ്ഥനെ എന്താ പറയുന്നത്, യേശു അഭിനന്ദിക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ വിശ്വാസത്തോടു കൂടി അവൻ പ്രവർത്തിച്ചില്ല എന്നതിലല്ല അഭിനന്ദിക്കുന്നത്, മറിച്ച് ഈ ബുദ്ധിപൂർവ്വം അവൻ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ബുദ്ധിപൂർവം പ്രവർത്തിച്ചു എന്നാണ് 16-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെ വാക്യങ്ങളാണ്. ആ കാര്യസ്ഥന് ആത്മകഥം ചെയ്തു എന്ന് പറയുന്നത്, യജമാനൻ കാര്യസ്ഥനിൽ നിന്ന് എടുത്തു കളയുന്നതിനാൽ ഞാൻ ഇനി എന്തു ചെയ്യും, കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല, ഭിക്ഷയാചിക്കാൻ ലജ്ജ തോന്നുന്നു. എന്നാൽ യജമാനൻ കാര്യസ്ഥനിൽ നിന്ന് എടുത്തു കളയുമ്പോൾ ആളുകൾ തങ്ങളുടെ വീടുകളിൽ സ്വീകരിക്കേണ്ടത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. യജമാനന് കടം വാങ്ങിയവർ ഓരോരുത്തരെയും അവൻ വിളിച്ച ഒന്നാമനോട് അവൻ ചോദിച്ചു, നീ എൻ്റെ യജമാനന് എന്ത് കൊടുക്കാനുണ്ട്? അവൻ പറഞ്ഞു, 100 ബത്ത് എണ്ണ. പറഞ്ഞു, ഇതാ നിൻ്റെ പ്രമാണം എടുത്ത് 50 ബത്ത് എന്ന് തിരുത്തി എഴുതുക. ഇങ്ങനെ നമ്മൾ വായിച്ചു വരുമ്പോൾ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കൗശലപൂർവ്വം പ്രവർത്തിച്ചതിനാൽ നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു എന്ന് പറഞ്ഞാൽ, കൗശലപൂർവ്വം പ്രവർത്തിച്ചതിനാൽ നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, കൗശലത്തെ അല്ല പ്രശംസിച്ചത്, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് അവൻ പ്രവർത്തിച്ച അവൻ്റെ ബുദ്ധിയെയാണ് പ്രശംസിച്ചത്. ഇതിന് ബൈബിൾ വ്യാഖ്യാതാക്കൾ, ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്, നമ്മളും ഇതുപോലെ ദൈവസന്നിധിയിൽ ഈ ലോകത്തിൻ്റെ മക്കളുടെ ബുദ്ധിയും അവരുടെ പ്രവർത്തന രീതികളെല്ലാം കണ്ടിട്ട് നമുക്ക് കർത്താവ് വരുന്നതിന് മുമ്പ് നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ബുദ്ധി ശക്തിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ആണ് ഇവിടെ ചിന്തിക്കുന്നത്. ഇവൻ്റെ അനീതിക്കല്ല പ്രശംസ, മറിച്ച് അനീതിക്കാണ് പ്രശംസ എന്ന് വിചാരിച്ചിട്ട് അനീതി ചെയ്യരുത്. അനീതിക്കല്ല പ്രശംസ, തക്ക സമയത്ത് ഇവൻ പ്രവർത്തിച്ചതിനാണ് പ്രശംസ. അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുന്നു, അത് നിങ്ങളെ കൈവടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങൾ സ്വീകരിക്കും. ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും, ചെറിയ കാര്യങ്ങൾ അവിശ്വസ്തൻ വലിയ കാര്യത്തിൽ അവിശ്വസ്തനായിരിക്കും. അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആരും നിങ്ങളെ ഏൽപ്പിക്കും. അതാണ് പ്രിയമുള്ളവർ അവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ചെറിയ ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ യേശുബാർ ആസിർ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. അതുകൊണ്ട് ഇവിടെ പിതാക്കന്മാർ പറയുന്നത്, മാനസാന്തരം വരാത്ത ഈ ലോകത്തിൻ്റെ മക്കൾക്ക് അവരുടെ അപകടം മനസ്സിലാക്കി അവർക്ക് വരാൻ പോകുന്ന, ഭാവിയിൽ വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ, കഷ്ടതകൾ മനസ്സിലാക്കി അവർക്ക് നന്നായി പ്രവർത്തിക്കാൻ അറിയാമെങ്കിൽ അവരുടെ ആ പ്രവർത്തന ശൈലി കണ്ടിട്ടെങ്കിലും വരാനിരിക്കുന്ന അപകടം
നിത്യജീവൻ്റെ നഷ്ടം, അതാണല്ലോ ഏറ്റവും വലിയ നഷ്ടം. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം? അതുകൊണ്ട് നിത്യമായ നഷ്ടം എന്ന് പറഞ്ഞാൽ നിത്യജീവൻ നഷ്ടപ്പെടാൻ പോകുന്ന തരത്തിൽ നമ്മൾ ഉണ്ടും ഉറങ്ങിയും അലസരായും ജീവിച്ചാൽ മതിയോ? ഈ അവിശ്വസ്തനായ കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ഈ അധാർമിക സമ്പത്ത് കൊണ്ട് നേടിയവൻ, ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ തൻ്റെ ജീവിതത്തിന് അപകടം വരുന്നു എന്ന് കണ്ടപ്പോൾ ബുദ്ധിപൂർവം പ്രവർത്തിച്ച കാര്യസ്ഥൻ, അവൻ പ്രശംസയ്ക്ക് ആയെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ശിക്ഷാവിധി ഏൽക്കുമ്പോൾ നമ്മൾക്ക് വലിയൊരു അപകടം, നിത്യതയുടെ വലിയ അപകടമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് മരണം നമ്മളെ പിടികൂടുന്നതിന് മുമ്പ് ചെറുതും വലുതുമായിട്ടുള്ള ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾക്ക് എത്ര അധികം വെളിച്ചം, എത്ര അധികം ബുദ്ധി പ്രകാശത്തിൻ്റെ മക്കൾക്ക് വേണമെന്നാണ് ഈ ഭാഗത്തൂടെ നമ്മളോട് ഇടപെടുന്നത്, സംസാരിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടാകണമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന വേദപുസ്തക ഭാഗമാണിത്. നമുക്ക് വീണ്ടും പഴയ നിയമത്തിലേക്ക് കടന്നു പോകാം. അപ്പം നമുക്ക് ഒന്നാമത്തെ ചിന്ത, സഹോദരങ്ങളോട് നമ്മൾ എന്താ പറയുന്നത്, ക്ഷമിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയുള്ളൂ. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്ന് കുമ്പസാരത്തിലൂടെ നമ്മൾ ഏറ്റുപറഞ്ഞ് വൈദികൻ കർത്താവ് നൽകിയിരിക്കുന്ന അഭിഷേകം, ആ ശക്തി ഉപയോഗിച്ച് നമ്മളെ മോചിപ്പിച്ച് വിട്ടുവെങ്കിലും ദൈവം മോചിക്കണമെങ്കിൽ, നമ്മളെ അതിൽ നിന്ന് സ്വതന്ത്രമാക്കണമെങ്കിൽ, മോചിപ്പിക്കണമെങ്കിൽ നാം നമ്മുടെ സഹോദരങ്ങളോട് നിരപ്പായാൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ എന്നാണ് ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്തെ ചിന്ത, എത്രമാത്രം ഉണർന്ന് ബലത്തിലിരിക്കണം നമ്മൾ, എത്രമാത്രം ബോധപൂർവം നമ്മൾ ഇരിക്കണം. ലോകത്തിൻ്റെ മക്കൾക്ക് ഇത്രയും ബോധമുണ്ടെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടി ഇരട്ടി വെളിവോടും ബോധത്തോടും കൂടി നമ്മൾ കർത്താവിനെ പ്രതീക്ഷിച്ചിരിക്കണം, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് രണ്ടാമത്. അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുന്നത് പ്രവൃത്തിപദമാണ് നമ്മൾ വായിക്കാൻ പോകുന്ന ഉൽപ്പത്തി പുസ്തകം 42-ാമത്തെ അധ്യായത്തിൻ്റെ 18 മുതൽ 21 വരെ വാക്യങ്ങളും. ഇവിടെ ജോസഫ് അല്ലെങ്കിൽ യൗസേപ്പ് തൻ്റെ സഹോദരങ്ങളുമായിട്ട് രമ്യതപ്പെടുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചത്തെ വായനയിൽ നമ്മൾ അതിൻ്റെ മുൻപുള്ള ഭാഗമാണ് വായിച്ചത്, അവരെ തടങ്കലിലാക്കുന്ന ഭാഗമാണ് വായിച്ചത്. എന്നാൽ ഇപ്പോൾ ജോസഫ് അവരോട് പറയുന്നു, ഞാൻ നിങ്ങളെ തടങ്കലിലാക്കുന്നില്ല. 3-ാം ദിവസം പറയുകയാണ്, നിങ്ങൾ പറയുന്നത് സത്യമാണോ എന്നറിയാൻ നിങ്ങൾ ഒരാളെ ഇവിടെ നിർത്തുക, ബാക്കിയുള്ളവരെല്ലാം നിങ്ങൾ ഭക്ഷണ സാധനങ്ങളുമായിട്ട് നിങ്ങളുടെ വീട്ടിൽ പോയിക്കൊള്ളുക, തിരിച്ചവനെയും കൊണ്ട് വരാനാണ് പറയുന്നത്. അപ്പോൾ അവർ തമ്മിൽ പറയുന്നതാണ് അതിൻ്റെ 21-ാമത്തെ വാക്യം, ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്തതിൻ്റെ ഫലമാണ് തീർച്ച. ഇവർക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു കഷ്ടതകൾ വന്നപ്പോൾ, ഇപ്പോൾ ഒരാപത്ത് വന്നപ്പോൾ അവർ തമ്മിൽ പറയുകയാണ്, നമ്മളുടെ സഹോദരൻ ഒരാളോട് നമ്മൾ ചെയ്തപ്പോൾ അത് ദൈവത്തിൻ്റെ പ്രതികാരമായി നമുക്ക് വന്നതാണെന്ന്. ഈ തിരിച്ചറിവ് ഒരു മാനസാന്തരത്തിൻ്റെ സൂചനയാണ് പ്രിയമുള്ളവരെ. ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ആപത്തുകൾ, കഷ്ടതകളൊക്കെ വരുമ്പോൾ നാം തിരിച്ചറിയണം, നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ എന്താ പറയുന്നത് പാപത്തിൻ്റെ ഫലമുണ്ട് എന്ന് തിരിച്ചറിയണം. ഈ ബൈബിൾ പ്രകാരം, പ്രത്യേകിച്ച് പുതിയ നിയമപ്രകാരം മനുഷ്യന് 2 രീതിയിലാണ് ആപത്തുകൾ, അനർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന്, അവനെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ ദൈവം അനുവദിക്കുന്ന ആപത്തുകൾ. അതുകൊണ്ട് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, കൊരിന്ത്യർ 2-ാം ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ദൈവഹിതപ്രകാരമുള്ള സഹനങ്ങൾ വിശുദ്ധിയിലേക്ക് നയിക്കും. 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപത്തിലും ജനിപ്പിക്കുന്നു, അതിൽ ഖേദത്തിന് അവകാശമില്ല. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ദൈവഹിതപ്രകാരമുള്ള സഹനങ്ങളുണ്ട്, ദൈവഹിതപ്രകാരമുള്ള സങ്കടങ്ങളുണ്ട്. അത് നമ്മളെ പശ്ചാത്താപത്തിലേക്ക് നയിച്ച് നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നു. എന്നാൽ മറ്റൊരു പാപമാണ്, നമ്മുടെ സഹനമാണ് നമ്മുടെ അധർമ്മം വഴിയുണ്ടാകുന്ന, നമ്മളും നമ്മുടെ പൂർവികരൊക്കെ വഴി വന്നു പോകുന്ന പാപങ്ങൾ വഴിയുണ്ടാകുന്നതും. ഇവിടെ ഇവർ ചിന്തിക്കുന്നത് നമ്മുടെ സഹോദരനോട് നമ്മൾ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ്
എന്നാണ്. അതും അവർ അനുതാപത്തിലേക്ക് നയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഓർക്കുക, അതുകൊണ്ട് നമ്മൾ നമ്മുടെ സഹോദരങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള തിന്മകൾ, തെറ്റുകൾ, അസൂയ കൊണ്ട് മറ്റുള്ളവരുടെ വളർച്ചയിൽ നമ്മൾക്ക് നീരസം തോന്നിയിട്ടുണ്ടോ, അതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. യൗസേപ്പിനെ പോലെ നല്ലൊരു വിശുദ്ധനാകാൻ ശ്രമിക്കുക. എല്ലാം നിരുപാധികം വിട്ടുകളയുക, എല്ലാം ക്ഷമിക്കുക. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. മുൻപ് പറഞ്ഞ വാക്യങ്ങളൊക്കെ, വചനങ്ങളൊക്കെ അനുസരിക്കുന്ന വ്യക്തിയാണ് യൗസേപ്പ് എന്ന് അവിടെ തെളിയിക്കുകയാണ്. രണ്ടാമത്തെ വായന യെരമ്യാ പ്രവചനം 31-ാം അധ്യായത്തിൻ്റെ 7 മുതൽ വാക്യങ്ങളാണ്. യെരമ്യാ 31-ാം അധ്യായം 7 മുതൽ 9 വരെ വാക്യങ്ങൾ. അത് പ്രിയമുള്ളവരെ, ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവിൽ ചെന്ന് യാക്കോബിനെ പ്രതി സന്തോഷിച്ച് ആനന്ദിക്കുവേൻ എന്ന് വെച്ചാൽ ഇസ്രായേലിന്, യാക്കോബിൻ്റെ സന്താന പരമ്പരകളാണല്ലോ ഇസ്രായേൽ, യാക്കോബിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന് ദൈവം ഇട്ടിരിക്കുന്നത്. സന്തോഷിച്ചാൽ ജനതകളുടെ തലവനെ കുറിച്ച് ആഹ്ലാദം മുഴക്കുവിൻ, കർത്താവ് തന്നെ ജനത്തെ ഇസ്രായേൽ അവശേഷിച്ചവരെ രക്ഷിച്ചിരിക്കുന്നെന്ന് സ്തുതി പാടുവേൻ. കർത്താവ് നമ്മളെ ഓരോ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിനെ ഓർത്ത് സ്തുതി പാടണം. ആദ്യത്തെ വായന നമ്മളെടുത്താൽ പ്രിയമുള്ളവർ, ഈ ഇസ്രായേലിൽ അല്ലെങ്കിൽ യാക്കോബിൻ്റെ ദേശത്ത് അങ്ങനൊരു ക്ഷാമം വന്നില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇവർ തമ്മിൽ കണ്ടുമുട്ടുമായിരുന്നില്ല. അപ്പോൾ 119-ാം സങ്കീർത്തനം 71-ാമത്തെ വാക്യം പറയുന്ന പോലെ കഷ്ടതകൾ എനിക്ക് ഉപകാരമായി ഞങ്ങളുടെ ചട്ടങ്ങൾ അഭ്യസിക്കാൻ സാധിച്ചു. അതുകൊണ്ട് യാക്കോബിന് ദൈവം ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിക്കുന്നതിനെ ഓർത്ത്, നമുക്ക് സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിലൂടെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ കരുണ നമുക്ക് വെളിപ്പെടുത്തുന്നത് നമ്മളെ രക്ഷിക്കുന്നതോർത്ത് സന്തോഷിച്ചുല്ലസിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവചനം 54-ാം അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും അത് തന്നെയാണ് അവിടെ പറയുന്നത്. സന്തോഷിക്കാനാണ് പറയുന്നത്. എങ്ങനെ സന്തോഷിക്കണം? മക്കളില്ലാത്തവളെ സന്തോഷിക്കുക എന്ന് പറയുന്നത്. മക്കളില്ലാത്തവളെ സന്തോഷിക്കുക. അങ്ങനെ മക്കളുള്ളവളേക്കാൾ സന്തോഷിക്കുക. മച്ചിയായവളെ നീ ആർത്തു ഉല്ലസിക്കുക എന്ന് പറയുന്നത്. 1 മുതൽ 4. കർത്താവ് അരുളി ചെയ്യുന്നു, ഒരിക്കലും പ്രസവിക്കാത്ത വന്ധ്യയെ പാടിയാർക്കുക, പ്രസവവേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനമാലപിക്കുക. ഏകാഗ്നിയുടെ മക്കളാണ് ഭർത്തൃമതികളുടെ മക്കളെക്കാൾ അധികം എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു നഷ്ടവുമില്ലാത്ത രീതിയിൽ ദൈവം എല്ലാം ക്രമീകരിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. ഇനി എന്നിൽ ദൈവം ഒരു കാര്യവും പ്രവർത്തിച്ചില്ലല്ലോ എന്നുള്ള ദുഃഖത്തിലിരിക്കേണ്ട ആവശ്യമില്ല. ഭൗതികമായിട്ട് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിട്ട് ഒരു മനുഷ്യൻ സന്തോഷിക്കുന്നുവോ അതിനേക്കാൾ ഇരട്ടി സന്തോഷത്തോടെ ദൈവം കൂടെയുണ്ടെന്നുള്ള അറിവോടുകൂടി സന്തോഷിക്കുക. ഏകാകിനി അല്ലെങ്കിൽ ഏകനായിട്ടിരിക്കുന്നവർ, ആരും കൂടെയില്ല, തുണയില്ല എന്ന് പറയുന്നവരൊക്കെ ഇനി അങ്ങനെയല്ല, ഏറെ സന്തോഷിക്കാനാണ് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും സന്തോഷിക്കാം. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി ലേഖനത്തിൽ പറയുന്ന പോലെ എപ്പോഴും സന്തോഷിക്കുക, ദൈവത്തെ സ്തോത്രം ചെയ്യുക. ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പഴയ നിയമം നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും നമ്മൾ പ്രിയമുള്ളവരെ, സമയത്തിൻ്റെ പോരായ്മ കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. സ്പീഡിൽ പറയുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് ലേഖനമായിട്ട് അല്ലെങ്കിൽ വലതുവശത്ത് നമ്മൾ വായിക്കുന്നത്. എന്താണ് അതിനകത്ത് പറയുന്നത്? സ്തെഫാനോസിൻ്റെ പ്രസംഗമാണ്. അവൻ പ്രതിവെച്ചു, സഹോദരന്മാരെ പിതാക്കന്മാരെ കേട്ടുകൊള്ളും. നമ്മുടെ പിതാവായ അബ്രാഹാം ഹാരാനിൽ താമസിക്കുന്നതിന് മുമ്പ് മെസൊപ്പൊട്ടാമിയയിലായിരിക്കുമ്പോൾ മഹത്വത്തിൻ്റെ ദൈവം അവന് പ്രത്യക്ഷനായി. ഈ ഭാഗമാണ് തുടങ്ങുന്നത്. സ്തെഫാനോസിൻ്റെ പ്രസംഗമാണ്. സ്തെഫാനോസിൻ്റെ പ്രസംഗം എന്ന് വെച്ചാൽ പഴയ നിയമകാലത്തെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഇന്നത്തെ യഹൂദന്മാരോട് സംസാരിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിലേക്ക് വരണമെന്നാണ് സ്തെഫാനോസ് പറയുന്നത്. അപ്പം അബ്രാഹാം മുതൽ അവനെ ദൈവം തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ 5-ാമത്തെ വാക്യം പറയുന്നത്, എങ്കിലും അവിടുന്ന് അവന് ഒരു അവകാശവും ഒരടി സ്ഥലം പോലും കൊടുത്തില്ല, എന്നാൽ ഈ ദേശം അവനും പിൻതലമുറയ്ക്കും അവകാശമായി നൽകുമെന്ന് അവന് സന്താനമില്ലാതിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് വാഗ്ദാനം ചെയ്തു. എന്ന് പറഞ്ഞാൽ ദൈവം വിളിച്ച് വേർതിരിക്കുന്ന മനുഷ്യർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ദൈവം വിളിച്ച് വേർതിരിച്ചവരാണ്. ക്രിസ്തു യേശുവിലൂടെ മാറ്റി നിർത്തപ്പെട്ടവരാണ്. വിശുദ്ധ മാമോദീസായിലൂടെ മാറ്റി നിർത്തപ്പെട്ടവരാണ്.
നിത്യജീവന് വേണ്ടി മാറ്റി നിർത്തപ്പെട്ടവരാണ്. ഈ ദൈവമക്കൾ എന്ത് ചെയ്യണം? ഒന്നും അവരുടെ ജീവിതത്തിൽ ഇല്ലെങ്കിലും, ഒരടി പോലും സ്ഥലമില്ലെങ്കിലും അവരിലൂടെ വലിയ വലിയ കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യുമെന്ന് പ്രത്യാശയോടെ ദൈവത്തിൽ വിശ്വസിക്കണമെന്നാണ് സ്തെഫാനോസിന്റെ പ്രസംഗം. അതുകൊണ്ട് ആ യേശുക്രിസ്തുവിൻ്റെ ദാരിദ്ര്യത്തെ അബ്രാഹാം മുതൽ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ്. ദൈവം മനുഷ്യന് നിത്യജീവൻ കൊടുക്കാൻ അനുവദിച്ചിരിക്കുന്ന ദാരിദ്ര്യത്തെ, നിത്യജീവന്റെ അവകാശത്തിലേക്ക് മനുഷ്യൻ വരണമെങ്കിൽ അവൻ ലോകത്തെ ഉപേക്ഷിക്കണം, ലോകസുഖങ്ങളെ ഉപേക്ഷിക്കണം. അതിൻ്റെ പേരാണ് ദാരിദ്ര്യം. ആ ദാരിദ്ര്യത്തെ അബ്രാഹാം മുതൽ സ്വീകരിച്ചിരുന്നു. അങ്ങനെ സ്വീകരിച്ചു പോരുന്നവരുടെ തലമുറകളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമെന്നാണ് സ്തെഫാനോസിന്റെ പ്രസംഗം. രണ്ടാമത്തെ വായന, പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെ വാക്യങ്ങളാണ്. അതും ഇപ്രകാരമാണ് പറയുന്നത്: ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ, 9-11, ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്നാൽ നിങ്ങളുടെ ശരീരം പാപനിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. ആദാമ്യ പാപം പേറുന്ന നമ്മുടെ ജഡശരീരം, നമ്മുടെ ജഡം, നമ്മുടെ ഈ ശരീരത്തിൽ പാപം വസിക്കുന്നു എങ്കിൽ തന്നെയും ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ, വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിലൂടെ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്ന അറിവും ബോധ്യവും ഉണ്ടെങ്കിൽ, ശരീരം പാപത്തിലേക്ക് ചിന്തിച്ചാലും ക്രിസ്തു നമ്മളെ നന്മയിലേക്ക് നയിക്കുകയും ഒപ്പം തന്നെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായി തീരും, ഉയർപ്പ് നിത്യജീവനിലേക്ക് ലഭിക്കുകയും ചെയ്യുമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതാ 2 കാര്യം എൻ്റെ ഉള്ളിൽ കാണുന്നു. ഒന്ന്, എന്നിൽ നന്മയുടെ നിയമമുണ്ട്, തിന്മയുടെ നിയമവുമുണ്ട്. ഈ നന്മ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ചെയ്തു പോകുന്നത് തിന്മയാണ്. അയ്യോ, എന്നെ ആര് മോചിപ്പിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് ഈ മർത്യ ശരീരത്തിൽ നിന്ന്. കർത്താവായ ക്രിസ്തു തന്നെയെന്ന് പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ 2 തത്വം നമ്മുടെ മനസ്സിലും നമ്മൾ കാണണം. നമ്മുടെ ശരീരം തിന്മകളിലേക്ക് ചായാൻ ശ്രമിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട് എന്ന ബോധ്യം നമുക്കുള്ളത് കൊണ്ട് ആ ഉറപ്പിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മളെ തിന്മയിലേക്ക് പോകാതെ നന്മയിലേക്ക് നയിക്കും, നിത്യജീവനിലേക്ക് ഉയർപ്പിക്കും. പ്രിയമുള്ളവരെ, മുന്നോട്ട് പോകട്ടെ. വീണ്ടും എവൻഗേലിയോൻ സുവിശേഷ ഭാഗം ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതാണ്. സാബത്ത് ആചരണത്തെക്കുറിച്ചുള്ള വലിയ വിവാദമാണത്. സാബത്ത് ആചരണത്തെക്കുറിച്ചുള്ള ഒരു വലിയ വിവാദം അവിടെ നടക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 23 മുതൽ 28 വരെ തിരുവചനങ്ങളാണ് അവിടെ പിതാക്കന്മാർ നമുക്ക് നൽകിയിരിക്കുന്നത്. ഒരു സാബത്ത് ദിവസം അവൻ വിളഞ്ഞു കിടക്കുന്ന ഒരു വയലിലൂടെ പോവുകയായിരുന്നു. പോകുമ്പോൾ ശിഷ്യന്മാർ കതിരുകൾ പറിക്കാൻ തുടങ്ങി. പരീശന്മാർ അവനോട് പറഞ്ഞു, സാബത്തിൽ നിഷിദ്ധമായത് അവർ ചെയ്യുന്നത് എന്തുകൊണ്ട്? ഈ ഭാഗങ്ങളാണ് വരുന്നത്. ദാവീദും, അപ്പോൾ യേശു പറയുന്ന മറുപടിയാണ്, അവൻ ചോദിച്ചു, ദാവീദും അനുചരന്മാരും കൈവശമൊന്നുമില്ലാതെ വിശന്നു വലഞ്ഞപ്പോൾ എന്ത് ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അബിയാഥാർ പ്രധാന പുരോഹിതനായിരിക്കെ ദാവീദ് ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിക്കുകയും കൂടെയുണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ? അവൻ അവരോട് പറഞ്ഞു, സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിന് വേണ്ടിയല്ല, മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സാബത്ത് എന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസമാണല്ലോ. സാബത്തിനെ വിശുദ്ധമായി ആചരിക്കണമെന്ന് യഹൂദന്മാർക്ക് ഇസ്രായേലിന് ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പനയാണ്. 4-ാമത്തെ കൽപ്പന, ഒരു കാരണവശാലും ലംഘിക്കാതിരിക്കത്തക്കവണ്ണം ശബത്ത് ദിനത്തിൽ ചെയ്യാവുന്നതും ചെയ്യരുതാത്തതുമായ വേലകളെ സംബന്ധിച്ച് അവരുടെ റബ്ബിമാര് 39 വകുപ്പുകളിലായി 1000-ഓളം ഉപചട്ടങ്ങൾ അനുശാസിച്ചിരുന്നു എന്നാണ് ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയുന്നത്. ഒരു കാരണവശാലും ശാബത്ത് ലംഘിക്കാതിരിക്കത്തക്കവണ്ണം, ലംഘിക്കാൻ പാടില്ലാത്ത രീതിയിൽ 39 വകുപ്പുകളായിട്ട്, ശബത്തിന് മാത്രം 39 വകുപ്പുകളിലായി 1000-ഓളം ഉപചട്ടങ്ങൾ റബ്ബിമാർ അനുശാസിച്ചിരുന്നു. എന്നിട്ട് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്, ഇവ കൃത്യമായി അനുഷ്ഠിക്കുന്നതിൽ അതിയായ നിഷ്ഠ പ്രദർശിപ്പിച്ചിരുന്ന
ഈ പരീശന്മാരുടെ കുത്തകയായിരുന്നു മതം എന്നാൽ അവരുടെ കുത്തകയായി തീർന്നു മതം. ഇന്നും നമുക്ക് അതിൻ്റെയൊക്കെ ഫലങ്ങൾ കാണാൻ കഴിയും. ചില മത നേതൃത്വത്തിൻ്റെ കയ്യിലാണ് അവരുടെ എല്ലാം ഇരിക്കുന്നതെന്നുള്ള ഒരു ധാരണ ഇന്നുമുണ്ട്. അവിടെ കർത്താവ് പറയുകയാണ്, സാബത്ത് കൊണ്ട് മനുഷ്യനെ അടിമയാക്കുന്നതിലെല്ലാം ദൈവമക്കൾക്ക് അനുയോജ്യമായ വിധത്തിൽ സന്തോഷത്തോടുകൂടി ദൈവഹിതം അനുവർത്തിക്കുന്നതാണ് അവനെ സഹായിക്കുന്നതായിരിക്കണം മതം എന്നത്രേ ഈ സംവാദത്തിൽ ഉദ്ദേശിക്കുന്നത്. യേശു പറയാണ്, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകണം. എങ്ങനെ ഇടയാകണം? ദൈവഹിതം എന്തെന്ന് അവർ മനസ്സിലാക്കി ജീവിക്കുവാൻ മതം സഹായിക്കണം. അല്ലാതെ മതം പ്രത്യേകമായിട്ട് ഒരു മേൽക്കോയ്മ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു മേലാൾ സ്ഥാനം എടുത്തിട്ട് അറിവില്ലാത്തവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നതല്ല. അതിനാണ് അങ്ങനെ പറയുന്നത്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെ വാക്യങ്ങളിലാണ് നമ്മളങ്ങനെ വായിക്കുന്നത്. ദാവീദും അവൻ്റെ കൂട്ടാളികളും വിശുദ്ധപ്പം ഭക്ഷിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അവർക്ക് വിശന്നപ്പോൾ അവർ പുരോഹിതനോട് ചോദിച്ചു. അപ്പോൾ പുരോഹിതൻ പറഞ്ഞു, നിൻ്റെ കൂടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിൻ്റെ കൂടെയുള്ളവർ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എങ്കിൽ ഇവിടെ വേറെ സാധാരണ അപ്പം അവിടെ ഇരിക്കണില്ല, വിശുദ്ധ അപ്പം മാത്രമേ ഇരിക്കുന്നുള്ളൂ, അത് തരാമെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടാറില്ല, തന്നെയല്ല ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഞങ്ങൾ ഏകനായിട്ടാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ആ വിശുദ്ധ അപ്പം അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ യേശു അവരോട് ചോദിക്കുകയാണ്, എന്നിട്ട് ഈ ദാവീദിനെയും അനുജന്മാരെയും നിങ്ങൾ നീതിമാന്മാരായി കണക്കാക്കിയില്ലേ എന്ന്. പ്രിയമുള്ളവരെ, അപ്പോൾ ഇവിടെ ഇവർക്ക് നിയമങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും അറിയാഞ്ഞിട്ടല്ല. നമ്മൾ ഇതിൻ്റെ 2:16 ഈ 2-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ യേശുവിനെതിരെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു. എന്താണ് അവർ ചോദിക്കുന്നത് എന്നറിയുമ്പോൾ 2:16 ഇപ്രകാരമാണ് അവർ അത് ചോദിക്കുന്നത്. അവൻ പാപികളോടും ചുങ്കക്കാരോടും ഒപ്പം ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ഫരിസയരിൽപ്പെട്ട ചിലർ നിയമജ്ഞർ ശിഷ്യന്മാരോട് ചോദിച്ചു, അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷിക്കുന്നതെന്ത്? ഒരേ സമയത്ത് ശിഷ്യന്മാരോട് യേശുവിനെ കുറിച്ച് ചോദിക്കും കുറ്റപ്പെടുത്തിക്കൊണ്ട്, മറുവശത്ത് ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് യേശുവിനോട് ചോദിക്കും. ഒരിക്കലും ഇവർക്ക് യേശുവിനെയും ശിഷ്യന്മാരെയും ഇഷ്ടമല്ല എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിലും അങ്ങനെ പ്രവർത്തിക്കുന്ന നേതൃത്വങ്ങളുണ്ട്. മനുഷ്യരെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇങ്ങനെ മനുഷ്യനെ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന നേതൃത്വങ്ങളുമുണ്ട്. നമ്മൾ തളരരുത്. ഒറ്റ കാര്യം നമ്മൾ ചിന്തിക്കുക, ദൈവത്തെ സത്യത്തിൽ അറിയാത്ത മനുഷ്യൻ അവന് മതം ഒരു ലഹരിയാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് കാറൽ മാർക്സ് പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് സത്യദൈവത്തെ അറിയാത്ത ഏതൊരു മതവും മതവിശ്വാസികളും അത് സമൂഹത്തിലെ അറിവില്ലാത്തവരെ ചൂഷണം ചെയ്യുന്ന അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം നിൽക്കാത്തവരെ എതിരിടുന്ന വെറും ഒരു തർക്കങ്ങളും വാദങ്ങളുമായി മാറും. അതുകൊണ്ട് മതം മനുഷ്യന് ഉപകാരമാകുന്ന രീതിയിലേക്ക് ക്രമീകരിക്കാൻ യേശു പറയുകയാണ്. അതെന്താണ് അങ്ങനെ പറയുന്നത്? നിങ്ങൾ ദാവീദിനെയും അനുചരന്മാരെയും ആ കാലത്ത് ഈ കാലത്തും നിങ്ങൾ നീതിമാന്മാരായി കണക്കാക്കുന്നു. എന്നിട്ട് യേശു പറയാണ്, ശബത്ത് എന്ന് പറയുന്നത് അതൊരു വിശ്രമ ദിവസമാണ്, അത് മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ശബത്തിന് വേണ്ടിയല്ല, മനുഷ്യന് വേണ്ടിയുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. മനുഷ്യപുത്രൻ എന്നവിടെ പറയുന്ന ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മനുഷ്യപുത്രൻ ശബത്തിൻ്റെയും കർത്താവാണ്. മനുഷ്യപുത്രൻ പുതിയ നിയമത്തിലെ ശബത്ത് എന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസമാണെന്ന് പറഞ്ഞല്ലോ. അത് മനുഷ്യപുത്രനായ യേശുവിന് വേണ്ടി ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്.
അപ്പം ഇന്നത്തെ ശബത്ത് എന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസമാണ്. അതൊരു എന്താ പറയുന്നത്, നിയമാനുഷ്ഠാനത്തിൻ്റെ പേരിലല്ല, അതൊരു കാരുണ്യത്തിൻ്റെയും കൂടി പ്രയോജനത്തിലേക്ക് എത്തുന്ന രീതിയിലായിരിക്കണം ശബത്ത് എന്ന് പറയുകയാണ്. നിയമാനുഷ്ഠാനത്തിൻ്റെ പേരിൽ കാരുണ്യരഹിതമായി പ്രവർത്തിച്ചുകൂടാ. സത്യത്തിൽ ഇത് അന്നാട്ടിൽ ആ കാലത്ത് ഒരു വിപ്ലവകരമായ ഒരു പ്രസ്താവനയായി പോയത്. തൻ്റെ ദൈവത്വം യേശു വിളിച്ചു പറയുകയാണ്, ഞാൻ ദാവീദിനെയും അനുചരന്മാരെയും നിങ്ങൾ നീതിമാന്മാരായി കണക്കാക്കിയെങ്കിൽ ദൈവം തന്നെയായ എന്നെ എന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന ചോദ്യമാണ്. അതുകൊണ്ട് ഈ ശാപത്തിൻ്റെ രക്ഷകനാണ്, കർത്താവാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ കൂടെയുള്ളവർ നീതിരഹിതമായിട്ടല്ല പ്രവർത്തിക്കുന്നത്, നീതിയോടുകൂടിയാണ്. എന്ന് പറഞ്ഞാൽ ഈ ശാപത്ത് മനുഷ്യനോടുള്ള കരുണയുടെ കൂടി ഭാഗമാണ്. നിയമത്തിൻ്റെ മാത്രമല്ല, നൂലാമാലകൾ പിടിച്ച നിയമക്കുരുക്കുകളുടെ മാത്രമല്ല, നിയമങ്ങളെ അപ്പുറത്ത് നിർത്തിയിട്ട് ബലിയല്ല കരുണയാണ് ദൈവം സ്വീകരിക്കുന്നതെന്ന് പറയുന്ന അനുഭവമുള്ള ശാപത്താണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം. മനുഷ്യനിർമ്മിതമായ ഒരു ശാപത്താചരണത്തിൻ്റെ മാമൂലുകളൊക്കെ ഉടച്ചു വാർത്ത യേശു ദൈവനിർമ്മിതമായ ശാപത്താചരണം യേശു പ്രഖ്യാപിക്കുകയാണ്. അതാണ് ആ വിപ്ലവകരമായ മാറ്റം എന്ന് പറയുന്നത്. ശാപത്തിൽ മനുഷ്യന് നന്മ ചെയ്യണം. യേശു മറ്റൊരിടത്ത് സുവിശേഷത്തിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കാളയോ കഴുതയോ കിണറ്റിൽ ചാടിയാൽ നിങ്ങൾ അവനെ വലിച്ചു കയറ്റൂലേ, ശാപത്താന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമോ? എന്നാൽ 18 വർഷമായി സാത്താനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഈ മകളെ ഈ നിവർന്നു നടക്കാൻ പ്രാപ്തിയാക്കിയതാണോ എൻ്റെ കുറ്റമെന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെയും, ഒരു ചിന്തകൻ ഇങ്ങനെ പറയുന്നുണ്ട്, പ്രവർത്തക നിരതനെ പോലെ ചിന്തിക്കുക, ചിന്തകനെ പോലെ പ്രവർത്തിക്കുക. പ്രവർത്തക നിരതനെ പോലെ ചിന്തിക്കുക, ചിന്തകനെ പോലെ പ്രവർത്തിക്കുക. അതുകൊണ്ട് ഒരിക്കൽ കൂടെ പ്രിയമുള്ളവരെ പറയട്ടെ, ശാപത്തൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും കൂടിയുള്ള ദിവസമാക്കി മാറ്റണം. അപ്പോൾ ശാബത്ത് ദിവസം, ഞായറാഴ്ച ദിവസം ഒരുങ്ങി വിശ്വാസത്തോടെ പള്ളിയിൽ പോയി പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്ത്, വിശുദ്ധ ആരാധനയിൽ പങ്കെടുത്ത്, കുർബാന അനുഭവിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഇങ്ങനെ ഒരു ഗീതമുണ്ടല്ലോ, എൻ ജീവൻ നിങ്ങൾക്കായി ബലിയണച്ചു, എൻ താതൻ നിങ്ങളിൽ സംപ്രീതനായി, എന്നാത്മാവാൽ നിങ്ങളെ ധന്യരാക്കി, ഇനി പോവുക എൻ ജീവൻ പകർന്നിടുവാൻ, വിശന്നവനായി വിയർത്തവനായി നഗ്നനായി നിങ്ങൾ എന്നെ കാണും. വിശക്കുന്നവനും വിയർത്തവനും നഗ്നനായി നിങ്ങൾ എന്നെ കാണും, മൺകുടിലുകളിൽ പൂർണ്ണ വിവശനായി നിങ്ങൾ എന്നെ കാണും. എൻ സ്വരം കേട്ടങ്ങു വന്നിടേണം, ഇന്നു നൽകിയ സ്നേഹം പകർന്നിടേണം. അതുകൊണ്ട് ശാബത്ത് ദിവസം പ്രിയമുള്ളവരെ, വിശുദ്ധ ആരാധനയെല്ലാം കഴിഞ്ഞ് ദേവാലയം ഓടി, ഏത് പള്ളിയിലാണ് ഏറ്റവും നേരത്തെ ആരാധന തീരുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ആരാധന എളുപ്പത്തിൽ തീർന്നു കിട്ടാൻ വേണ്ടി സമയലാഭത്തിന് വേണ്ടി ഓടാനോ അല്ലെങ്കിൽ ആരാധന സമയം നീണ്ടുപോയതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കാനോ അല്ല നിൽക്കേണ്ടത്. ഒരു ഞായറാഴ്ച ദിവസം, ശനിയാഴ്ച സന്ധ്യ മുതലേ ഒരുങ്ങി ആ ശാബത്തിനെ വിശുദ്ധമായി വിശ്രമത്തിൻ്റെ ദിവസമായി ഉപയോഗിക്കുമ്പോൾ അത് ആത്മരക്ഷയുടെ ദിവസമാക്കി മാറ്റണം. അതിന് വിശുദ്ധ ആരാധനയെല്ലാം കഴിഞ്ഞ് അല്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സമൂഹത്തിലെ പട്ടിണി പാവങ്ങളെ ശുശ്രൂഷിക്കാനായിട്ട് ഇറങ്ങണം. എൻ്റെ ഒത്തിരി സുഹൃത്തുക്കൾ അങ്ങനെയുള്ളവരുണ്ട്. ഈ പ്രത്യാശ ഭവനിൽ ശുശ്രൂഷയ്ക്ക് വരുന്നവരുണ്ട്. എറണാകുളം ഗവൺമെൻറ് ആശുപത്രിയിലെ മെഡിക്കൽ കോളേജുകൾക്കൊക്കെ ആരാധന കഴിഞ്ഞിട്ട് പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കാൻ പോകുന്ന ഒത്തിരി സുഹൃത്തുക്കളെ എനിക്കറിയാം. ഞാനും എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലൊക്കെ അതുപോലെയുള്ള ശുശ്രൂഷകൾ ചെയ്തു വന്നതിൻ്റെ ഭാഗമാണ് ഇന്ന് ഇങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്ത് ദൈവം എനിക്ക് ഇടയാക്കിയതും എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ഈ ഞായറാഴ്ച പ്രിയമുള്ളവരെ, നമുക്ക് നല്ലൊരു ധ്യാനത്തിൻ്റെയും നല്ലൊരു കർമ്മ നിരതന, ഞാൻ പറഞ്ഞില്ല, ആ ചിന്തകൻ പറഞ്ഞ പോലെ പ്രവർത്തക നിരതനെ പോലെ ചിന്തിക്കുക, ചിന്തകനെ പോലെ പ്രവർത്തിക്കുക. ചുമ്മാ വെറുതെ കയറി വട്ടം അടക്കണ്ടാക്കുന്ന സ്വഭാവമൊക്കെ നിർത്തിവെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ദൈവഹിതപ്രകാരം ചെയ്യാനായിട്ട് നമുക്ക് ദൈവം എല്ലാ നന്മകളും ചൊരിയായിട്ട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയപിതാവേ, ശ്ലീബായ പെരുന്നാളിന് ശേഷം വരുന്ന ഈ മൂന്നാമത്തെ ഞായറാഴ്ചയിൽ കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമായ ധ്യാനം
നൽകി ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ശബത്തിനെ നല്ലൊരു ശുശ്രൂഷ ദിവസമായി കണക്കാക്കുവാൻ കൃപ നൽകണമേ. ഈ കേൾക്കുന്ന വചനങ്ങളെല്ലാം അനുസരിച്ച് പ്രവർത്തിക്കുവാനും എല്ലാവരെയും നന്മയിലേക്ക് നയിക്കുന്ന ഒരു ഇടയത്വം ഉണ്ടാകുവാനും നീ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെ അതിനായി പ്രാപ്തരാക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഇടവകയെയും ഞങ്ങളുടെ സഭയെയും സഭയിലെ ആധ്യാത്മിക നേതൃത്വത്തെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂളുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഇടയന്മാരെയും എല്ലാ നേതൃത്വത്തിലിരിക്കുന്ന എല്ലാവരെയും എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും കർത്താവെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും ദൈവമേ ക്രിസ്തുയേശുവിൻ്റെ ഈ നീതിബോധമുള്ള ശുശ്രൂഷ എല്ലാവരിലും നടക്കുവാൻ തക്കവണ്ണം കൃപ ചൊരിയണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.